അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര തിരിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. ഗുഡ് മോർണിംഗ് അഗെയിൻ ബൽറാം. ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. അമർനാഥ് തീർത്ഥയാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് യാത്ര തിരിച്ചു. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഈ അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിൻ്റെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ യാത്രയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലും ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരാമർശിച്ചു. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായും ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ 100 മീറ്റർ അകലത്തിൽ പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. 2 റോഡുകളാണ്, 2 മാർഗങ്ങളാണ് ഈ അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ പേർ സഞ്ചരിക്കുന്ന ഈ റൂട്ട് എന്നുള്ളത് പെഹൽഗാം വഴിയുള്ള റൂട്ടാണ്. ബട്ടാൽ വഴിയുള്ള മറ്റൊരു റൂട്ട് കൂടിയുണ്ടെങ്കിൽ പോലും പെഹൽഗാം വഴിയാണ് കൂടുതൽ തീർത്ഥാടകരും ആശ്രയിക്കുക പതിവ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹെലികോപ്റ്റർ അടക്കമുള്ള സർവീസുകൾ ഇത്തവണ ഉണ്ടാകില്ല എന്ന് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ അമർനാഥ് തീർത്ഥയാത്രയുടെ റൂട്ട് മുഴുവനായും നോ ഡ്രോൺ സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തവണ തീർത്ഥാടകർക്ക് അതുകൊണ്ട് തന്നെ കാൽനടയായും കുതിര സേവനവും മറ്റും സേവനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നും സംഘാടകർ അറിയിച്ചിരിക്കുന്നു. സുരക്ഷാ സേനയുടെ സൈന്യത്തിൻ്റെതടക്കമുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നിരീക്ഷണവും കൃത്യമായ ഇടവേളകളിൽ ഇത്തവണ ഈ അമർനാഥ് തീർത്ഥയാത്ര പൂർത്തിയാക്കുന്ന സമയം വരെ ഉണ്ടാകുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ 38 ദിവസത്തേക്കാണ് അമർനാഥ് തീർത്ഥയാത്ര നടക്കുക. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.